ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഒത്തിരി ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് അടിപൊളി വീഡിയോ ഇടാനൊക്കെ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ല. നിർഭാഗ്യവശാൽ എൻ്റെ ഫോൺ പൊട്ടിപ്പോയി. അങ്ങനെ ഇന്നലെയാണ് എനിക്ക് പുതിയ ഫോൺ കിട്ടിയത്. അപ്പോഴത്തേന് ഇതാ വിഷു ആയപ്പം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഫ്രണ്ട്സ് ഉണ്ട് കൂടെ കഴിക്കാൻ വേണ്ടി. അവർക്ക് ഞാൻ ഇതിന് വീടും നാടൊക്കെ മിസ് ചെയ്ത പോലെ അവർക്കും നല്ല മിസ്സിങ് ആണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു മലയാളി ഹോട്ടലിൽ സദ്യ അവൈലബിൾ ആണ്, അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അതിന് വേണ്ടി നല്ല ട്രഡീഷണലായിട്ടൊന്ന് ഒരുങ്ങാമെന്ന് ഞാൻ വിചാരിച്ചേ. അതിന് വേണ്ടി എടുത്ത ജ്വല്ലറിയാണ് അതൊക്കെ. പക്ഷേ നമ്മൾ നേഴ്സുമാരല്ലേ, നമുക്ക് ഭയങ്കര മിനിമൈസ് ചെയ്ത് ജ്വല്ലറിയും സിമ്പിൾ ജ്വല്ലറിയൊക്കെ ഇടുന്ന കാരണം എന്തെങ്കിലും ഹെവി ആയിട്ടിട്ടാൽ ഒരുമാതിരി ആനേനെ പട്ടം കെട്ടിച്ച് ഉത്സവത്തിന് കൊണ്ടുപോകുന്ന ലുക്കാണ്. അങ്ങനെ ഞാൻ അതൊക്കെ വലിച്ചു ഊരിയിട്ട് വീണ്ടും പഴയ ലുക്കിലോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇതാ പുറത്ത് നല്ല വെയിലാണ്. ഞാൻ എൻ്റെ മനസ്സിലൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാൽക്കണി വന്നിങ്ങനെ നോക്കിയത്. നല്ല വെയിലുണ്ടായിരുന്നു അത്യാവശ്യം. ഞാനാണെങ്കിൽ ഈ വെയിലുമായിട്ട് ഒട്ടും സ്നേഹത്തിലല്ല. എനിക്ക് ഇച്ചിരി പോലും എക്സ്പോഷർ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കളർ മാറും, സ്കിന്നിൻ്റെ ഭയങ്കര ടാനിങ് ആണ്. അതുകൊണ്ട് ഈ എത്ര വലിയ മേക്കപ്പ് ചെയ്താലും നല്ല ലിപ്സ്റ്റിക് ഇട്ടാലും ഇതേ ഈ കോലത്തിലേ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ നല്ല വെയിലാണ്. ഭോപ്പാലിലെ വെയിലും തണുപ്പും എല്ലാം ഒരുപോലെയാണ്. രണ്ട് സമയത്തും നമുക്കിതാ തണുപ്പിൻ്റെ സമയത്ത് പൊടിയും ഗ്ലൗസും എല്ലാം ആവശ്യമാണ്. വെയിലിന് ഈ ഒരു കോലം. നമ്മൾ എത്ര നല്ല ഹെയർ സ്റ്റൈൽ ചെയ്താലും എത്ര നല്ല മേക്കപ്പ് ചെയ്താലും ഒരു കാര്യമില്ല, ഈ കോലത്തിലേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതാ പോകുന്ന വഴിക്ക് എന്തെങ്ങാണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാ വഴിയും ബ്ലോക്കായിരുന്നു. ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നട്ട വെയിലിനകത്ത് ഞങ്ങൾ നട്ടം തിരിഞ്ഞു തന്നെ പറയാം. പോകുന്ന വഴിയെല്ലാം ഗേറ്റ് വെച്ച് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയൊന്ന് അപ്പുറം കിടക്കണമെന്ന് നോക്കാൻ ഞങ്ങൾ 3-4 വഴിയിലൂടെ ചെന്ന് പോകുന്ന വഴിയിലെല്ലാം ഇതാണ് അവസ്ഥ. എല്ലായിടത്തും ഒരു ഗേറ്റ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ അവസാനം ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിലോട്ട് വേറെ വല്ല വഴിയും ഉണ്ടോ എന്ന് ഗൂഗിൾ ആൻറ്റിയോട് ചോദിച്ചിട്ട് പോകേണ്ട അവസ്ഥയാണ് വന്നത്. അങ്ങനെ നമ്മൾ അവസാനം അവിടെ എത്തി. അത്യാവശ്യം നല്ല ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. മിക്കവരും അവിടുന്ന് പാഴ്സൽ ചെയ്ത് പോവുക ചെയ്തായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റൊക്കെ കണ്ടുപിടിച്ചപ്പോഴാണ് അവർ പറഞ്ഞ്, നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ എല്ലാം ഇരിക്കുന്നത് കിറ്റി റൂം വേറെ സൈറ്റ് റെഡിയാക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അവിടെയാണെങ്കിൽ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവർ നല്ല അടിപൊളി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കഴിക്കാൻ സത്യം പറയുകയാണെങ്കിൽ ആരും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ അവിടെ പോയിരുന്ന് കഴിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പാഴ്സൽ ചെയ്യുകയോ ചെയ്ത്. മിക്ക മലയാളീസും വന്ന് പാഴ്സൽ വാങ്ങിച്ച് പോവുകയാണ് ചെയ്തായിരുന്നേ. പിന്നെ ഞാൻ വന്നു കയറി ഇരുന്നപ്പോൾ സദ്യ കിട്ടാനുള്ളൊരു തിടുക്കമായിരുന്നു. ഒന്നാമത് വെയിലത്ത് കറങ്ങി വന്നുകൊണ്ട് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടും കൂടി വന്നുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവർ ഇലയൊക്കെ കൊണ്ടിട്ടു. ഫുഡ് ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ, അവിടെ കഴിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ഫുഡാണെങ്കിലും ഫുഡ് വിളമ്പുന്നത് നോർത്ത് ഇന്ത്യൻകാരായിരുന്നു. ഹിന്ദിക്കാർ അവർക്കൊന്നിൻ്റെ പേര് പോലും അറിയത്തില്ലായിരുന്നു. അവർ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുള്ള രീതിയിലാണ് അവരെല്ലാം ചെയ്യുന്നതെന്ന് തോന്നി. കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിനി എന്തെങ്കിലും കറി എക്സ്ട്രാ വേണമെങ്കിൽ നമ്മൾ കാളൻ ചോദിച്ചാൽ അവർ സാമ്പാർ തരും, മോരുകറി ചോദിച്ചാൽ അവർ അച്ചാർ എടുത്ത് തരും. അതുപോലെയായിരുന്നു. പിന്നെ കൈ ചൂണ്ടി കാണിക്കേണ്ടി വന്നു, ഇതാണ് അതാണ് വേണ്ടതെന്നൊക്കെ. എന്തായാലും സദ്യ കഴിച്ചു. പിന്നെ ഇതാ നമ്മുടെ നല്ല പായസവും അതുപോലെ തന്നെ പഴവും പപ്പടമൊക്കെ ആയിട്ട് ആ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ ഒന്ന് കഴിക്കാൻ നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് സദ്യ ഓക്കെ ആയിരുന്നു. അങ്ങനെ സദ്യയെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഹോസ്പിറ്റലിലുള്ള ചേച്ചിക്ക് ഫുഡ് പാഴ്സൽ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ചേച്ചിക്കുള്ള പാഴ്സൽ നമ്മൾ വാങ്ങിച്ചു. അവർ വാഴയുടെ ഇല വരെ തന്നിട്ടുണ്ടായിരുന്നു, ലീഫ്. പിന്നെ ഇതാ പുറത്തിറങ്ങി ഞാൻ പഴയ രൂപത്തിലോട്ട് വരുമായിരുന്നു. വെയിൽ കണ്ടാൽ പിന്നെ എനിക്ക് ഒന്നും മനസ്സിലാവത്തില്ല. എനിക്ക് പേടിയും കൂടിയാണ്. കാരണം എനിക്ക് പലപ്പോഴും അങ്ങനെ, ഞാൻ ഏത് ഡ്രസ്സ് എത്രയാണോ കൈയുടെ അളവ്, ഏതാണോ ചെരുപ്പിട്ടിരിക്കുന്ന സൈസ്, അതേ രീതിയിൽ എൻ്റെ സ്കിൻ ടോൺ മാറും. ടാൻ അടിച്ചിട്ട് പിന്നെ ഒത്തിരി മാസം എടുക്കും അത് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല കെയർ ചെയ്താലേ അത് പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒട്ടും റിസ്ക് എടുക്കാൻ തയ്യാറല്ല ആ ഒരു കാര്യത്തിൽ. പിന്നെ ചേച്ചിയുടെ ഫുഡും പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് പോയി ഫുഡ് കൊടുത്തു. ഞാൻ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. കാരണം ഇന്ന് നൈറ്റിന് പോകണമല്ലോ. ഏകദേശം 3 മണിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.